നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. VSന്റെ ഓർമ്മക്കുറിപ്പുമായുള്ള ദേശാഭിമാനി വാരാന്ത പതിപ്പ് നേരത്തെ പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. അതിലെ കള്ളൻ വിജയൻ എന്ന ഒരു തലക്കെട്ടോടെയുള്ള ഓർമ്മക്കുറിപ്പ് അതാണ് വിവാദത്തിന് അടിസ്ഥാനമായത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് പാലക്കാട് മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ കുറിച്ച് മുഴങ്ങുന്ന ഇപ്പോഴും ആ കടലിരമ്പം എന്ന പേരിൽ ലേഖനം എന്ന ദേശാഭിമാനി വാരാന്ത പതിപ്പ് അച്ചടിച്ചെങ്കിലും വിതരണം ചെയ്തില്ല. അച്യുതാനന്ദൻ മരിച്ചിട്ടും വിജയനുള്ള പക തീരാത്തത് കൊണ്ടാണ് അത് വിതരണം ചെയ്യാതിരുന്നതെന്ന് ആദ്യം കരുതി. പിന്നീടാണ് മനസ്സിലായത് പുല്ലൻപാറ വിജയൻ എന്ന നാടകകൃത്തിനെ കുറിച്ചുള്ള ഒരു ലേഖനത്തിന് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് നൽകിയതിന് ഒറിജിനൽ വിജയൻ കോപിച്ചത് കൊണ്ടാണത്രേ ദേശാഭിമാനി വാരാന്ത പതിപ്പ് വിതരണം ചെയ്യാതിരുന്നത്. കള്ളൻ എന്ന് കേട്ടാൽ തന്നെ അത് താനാണെന്നുള്ള തോന്നലൊക്കെ നല്ലതാണെങ്കിലും നാട്ടിൽ മറ്റൊരു വിജയനും കള്ളൻ വിജയൻ എന്ന പേര് വരാൻ പാടില്ല എന്നുള്ള ഈ പ്രൊഫഷണൽ ഈഗോ ശരിയല്ല മിസ്റ്റർ പിണറായി എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാത്രമല്ല, നിങ്ങൾ വിതരണം ചെയ്താൽ പോലും ഈ പത്രം ആരും വായിക്കാറില്ല എന്നത് മറ്റൊരു സത്യം. ആകെ നഷ്ടം ആക്രി കച്ചവടക്കാർക്ക് മാത്രം എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്തായാലും VSന്റെ ഓർമ്മക്കുറിപ്പുകളുമായുള്ള ദേശാഭിമാനി വാരാന്ത പതിപ്പ് പുറത്തിറങ്ങി. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടോടെയാണ് ഓർമ്മക്കുറിപ്പ്. കള്ളൻ വിജയൻ എന്ന നാടക പ്രവർത്തനത്തെക്കുറിച്ചുള്ള ലേഖനം ഇറങ്ങിയ പതിപ്പിലില്ല. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിലാണ് ഓർമ്മക്കുറിപ്പ്. KV സുധാകരൻ ഉൾപ്പെടെയുള്ളവർ എഴുതിയ ഓർമ്മക്കുറിപ്പുകൾ വാരാന്ത പതിപ്പിലുണ്ട്. ഒന്നാം പേജിലും അവസാന പേജിലുമാണ് ഓർമ്മക്കുറിപ്പുകൾ ഉള്ളത്. ഇന്നലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വാരാന്ത പതിപ്പ് പുറത്തിറക്കിയിരുന്നില്ല. കള്ളൻ വിജയൻ എന്ന നാടക പ്രവർത്തകനെ കുറിച്ചുള്ള ലേഖനം വാരാന്ത പതിപ്പിൽ ഉണ്ടായിരുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത്. അതേസമയം തന്നെക്കുറിച്ചുള്ള വിവരങ്ങളും ഫോട്ടോയും ദേശാഭിമാനി ശേഖരിച്ചിരുന്നുവെന്ന് കള്ളൻ വിജയൻ വെളിപ്പെടുത്തുകയുണ്ടായി മാധ്യമങ്ങളോട്. പക്ഷേ വാരാന്ത പതിപ്പിൽ നിന്നും ലേഖനം ഒഴിവാക്കുകയായിരുന്നു. അതേസമയം ദേശാഭിമാനി ലേഖന വിവാദത്തിൽ റെസിഡന്റ് എഡിറ്റർ M സ്വരാജിന്റെ വാദം തള്ളി നാടക പ്രവർത്തകൻ വിജയൻ. ലേഖനത്തിനായി ദേശാഭിമാനിക്കാർ വിളിച്ചിരുന്നു. ആവശ്യപ്പെട്ട പ്രകാരം ഗ്രൂപ്പ് ഫോട്ടോ നൽകി എന്നും അദ്ദേഹം പറഞ്ഞു. ലേഖനം പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കള്ളൻ വിജയനെ കുറിച്ച് ലേഖനം ഇല്ല എന്നായിരുന്നു സ്വരാജിന്റെ പ്രതികരണം. VS അച്യുതാനന്ദനെ കുറിച്ചുള്ള അനുസ്മരണ കുറിപ്പുമായി ഇറങ്ങിയ ദേശാഭിമാനി വാരാന്ത പതിപ്പ് ഒഴിവാക്കിയതിലായിരുന്നു വിവാദം. കള്ളൻ വിജയം എന്ന തലക്കെട്ടിൽ ഒരു നാടക പ്രവർത്തകനെ പറ്റിയുള്ള ലേഖനത്തെ ചൊല്ലി എഡിറ്റോറിയൽ വിഭാഗത്തിലുണ്ടായ തർക്കമാണ് കാരണമെന്നാണ് വിവരം. എന്നാൽ കള്ളൻ വിജയനെ കുറിച്ച് ലേഖനം തയ്യാറാക്കിയിട്ടേ ഇല്ലെന്നാണ് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് പറഞ്ഞത്. പക്ഷേ സ്വരാജിന്റെ വിശദീകരണം പൂർണ്ണമായി നിഷേധിച്ച കള്ളൻ വിജയൻ എന്ന് വിളിക്കുന്ന പുല്ലമ്പാറയിലെ നാടക പ്രവർത്തകൻ ദേശാഭിമാനി ലേഖകൻ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ദേശാഭിമാനി അധികൃതരെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. എന്തായാലും എഡിറ്റർ KR അജയന് കാരണം കാണിക്കൽ നോട്ടീസ്. 4 മണിക്ക് മുമ്പ് വിശദീകരണം നൽകണമെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലേഖനത്തിന്റെ പേരിൽ അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നാണ് കുറ്റം. വിവാദ ലേഖനത്തിന് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ലെന്നും വിമർശനമുണ്ട്. വിവാദം മാധ്യമങ്ങളെ അറിയിച്ചെന്നും കാരണം കാണിക്കൽ നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം വിവാദത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് VS അച്യുതാനന്ദന്റെ കുടുംബം രംഗത്തെത്തി. വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു VSന്റെ മകൻ VA അരുൺകുമാറിന്റെ പ്രതികരണം. പത്രം ഇറക്കുന്നതും ഇറക്കാതിരിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും അരുൺകുമാർ പറഞ്ഞു. ജൂലൈ 21 നടക്കുന്ന VSന്റെ 1ാം ചരമവാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ചാണ് വാരാന്ത പതിപ്പിന്റെ പ്രധാന പേജിൽ VS ഓർമ്മക്കുറിപ്പ് ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിൽ പത്രാധിപർ വിശദീകരിച്ചതിന് പിന്നാലെയാണ് സംഭവം മാധ്യമ ശ്രദ്ധ നേടുന്നത്. ഇതിനു പിന്നാലെ പതിപ്പിന്റെ അവസാന പേജിൽ TC രാജേഷ് എഴുതിയ കള്ളൻ വിജയൻ ധന്യനാടക ഗ്രാമം മുത്തിപ്പാറ PO എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിനെ ചൊല്ലി തർക്കമുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പുല്ലാമ്പാറയിൽ കള്ളനായിരുന്ന വിജയൻ എന്ന നാടക പ്രവർത്തനെ കുറിച്ചുള്ളതായിരുന്നു ഈ ലേഖനം. വാരാന്ത പതിപ്പ് എഡിറ്റർ KR അജയൻ ഈ തലക്കെട്ടിനെ പിന്തുണയ്ക്കുകയും പതിപ്പ് അച്ചടിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യ പേജിൽ VS അനുസ്മരണവും അവസാന പേജിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടും വരുന്നത് അനാവശ്യ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കുമെന്നായിരുന്നു ദേശാഭിമാനി എഡിറ്റോറിയൽ ബോർഡിലെ ചിലർ ചൂണ്ടിക്കാണിച്ചതായും തുടർന്ന് വിതരണം തടഞ്ഞതായുമുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത്. അതേസമയം M സ്വരാജ് പറയുന്നത് ആ ലേഖനം വാരാന്ത പതിപ്പിൽ ഇല്ല, പ്രചരിക്കുന്നതല്ല, അവാസ്തവമായ കാര്യങ്ങളാണ് എന്നാണ്. 4 പേജുള്ള ഞായറാഴ്ച പതിപ്പിന്റെ ആദ്യ പേജിലാണ് VSനെ അനുസ്മരിക്കുന്ന KV സുധാകരന്റെ ലേഖനമുള്ളത്. അവസാന പേജും VSനെ കുറിച്ചാണ്. വാരാന്ത പതിപ്പ് അച്ചടിച്ച് ഇന്നത്തെ പത്രത്തോടൊപ്പം വിതരണം ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. സാങ്കേതിക കാരണങ്ങളാൽ വാരാന്ത പതിപ്പ് അച്ചടിച്ചിട്ടില്ലെന്ന് പത്രത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം വാരാന്ത പതിപ്പ് ഒഴിവാക്കിയെന്നല്ല. നാളത്തെ പത്രത്തോടൊപ്പം വാരാന്ത പതിപ്പ് ഉണ്ടാകും. ഇന്ന് അച്ചടിക്കാൻ കഴിയാത്ത സാങ്കേതിക കാരണങ്ങളാൽ
എന്നുള്ളതാണ്. മറിച്ചുള്ള പ്രചാരണങ്ങളെല്ലാം ഊഹാപോഹങ്ങളും തെറ്റായ വിവരങ്ങളുമാണ് എന്നായിരുന്നു എം സ്വരാജ് പ്രതികരിച്ചത്. VSനെ ഒരു അടിസ്ഥാനമില്ലാത്ത വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. കേട്ടുകേൾവിയെ തുടർന്ന് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് ഉചിതമല്ല. വാർത്ത പൂർണ്ണമായും തെറ്റാണ്. ദേശാഭിമാനിയുടെ ഒരു യൂണിറ്റിൽ സ്വകാര്യ പ്രസ്സിലാണ് പത്രം അച്ചടിക്കുന്നത്. അവിടെ യന്ത്ര തകരാർ ഉണ്ടായതിനെ തുടർന്ന് 2 ദിവസമായി തൊട്ടടുത്തുള്ള ജില്ലയിലെ യൂണിറ്റിലാണ് അച്ചടി നടക്കുന്നത്. സമയബന്ധിതമായി പത്രം അച്ചടിക്കുന്നതിൽ പ്രശ്നം നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഞായറാഴ്ചത്തെ വാരാന്ത്യ പതിപ്പ് തിങ്കളാഴ്ചത്തെ പത്രത്തോടൊപ്പം കൊടുക്കാൻ തീരുമാനിച്ചത്. അച്ചടിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാർ പരിഹരിച്ചുവെന്നും എം സ്വരാജ് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും വലിയൊരു വിവാദമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തത്. ഒരു ലേഖനം ഉണ്ടാക്കിയ പൊല്ലാപ്പ്, അതും ഒരു കള്ളൻ വിജയൻ എന്ന വാക്ക് വന്നതാണ് ഏറ്റവും വലിയ വിവാദങ്ങളിലേക്ക് നയിക്കപ്പെട്ടത്. അതിൻ്റെ പേരിലുണ്ടായ പുകിലുകളാണ്. എന്തായാലും വലിയ ഈ ഒരു സംഭവം അത് അകപ്പോരായിട്ട് നിന്നതാണ്, അല്ലെങ്കിൽ അകത്ത് വിമർശനം ഉയർന്നതാണ്. പക്ഷെ എങ്ങനെയോ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കിട്ടി. അങ്ങനെ ആ ഒരു വിവരം പുറത്തേക്ക് വരുന്നു. വലിയ വിവാദമായി മാറുകയാണ്. ഇപ്പോൾ അത് വലിയൊരു പരിഹാസത്തിനും കൂടി നയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള പല വാദങ്ങൾ, ഒരു വശത്ത് അങ്ങനെ ഒന്നുമില്ല എന്നും മറുവശത്ത് തൻ്റെ ഇൻ്റർവ്യൂ എടുത്തുന്ന 2 വാദങ്ങൾ നിൽക്കുന്നു. എന്തായാലും കള്ളൻ വിജയൻ എന്ന ആ ഒരു ലേഖനം അത് മാറ്റിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ വിവാദം കത്തി പടരുന്നതിനിടയിലാണ് വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.